ആത്മാവിൻ ഫലമോ എന്നിൽ നിറച്ചിടണേ. സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മാവിൻ ഫലമോ എന്നിൽ നിറച്ചിടണേ. സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ ശക്തി പകർന്നിടണേ. ആത്മനദിയിൽ നിത്യമൗര്യമാകുവാൻ, ആത്മനദിയിൽ നിത്യമൗര്യമാകുവാൻ എന്നെ സമ്പൂർണ്ണ സമർപ്പിക്കുന്നു. ആത്മനദിയിൽ നിത്യമൗര്യമാകുവാൻ, ആത്മനദിയിൽ നിത്യമൗര്യമാകുവാൻ എന്നെ സമ്പൂർണ്ണ സമർപ്പിക്കുന്നു. സദൃശവാക്യം 3-6 വാക്യം. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ എല്ലാ വഴികളിലും നാം ദൈവത്തെ ഓർക്കുന്നുണ്ടോ? നാം കടന്നുപോയതാണ് സകല വഴികളിലും നാം ദൈവത്തെ ഓർക്കാറുണ്ടോ? പലപ്പോഴും നാം ചെയ്യുന്നതാണ് ഒരു വാക്ക് പ്രാർത്ഥിക്കും. നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കടന്നു പോകും. പക്ഷെ വചനം നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ച് കൊള്ളുക. നമ്മൾ കടന്നു പോകുന്ന എല്ലാ വഴികളിലും നാം ദൈവത്തെ ഓർക്കാൻ പോകുന്നു. നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ പുറത്തോട്ട് പോകാൻ നമ്മൾ പ്രാർത്ഥിച്ചു പോകും. ആനാ നമ്മൾ വഴി യാത്രയിലോ അല്ലെങ്കിൽ നാം ജോലി സ്ഥലത്തിലോ ദൈവത്തെ ഓർക്കാറുണ്ടോ? നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നമ്മൾ ഓർത്താൽ അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിങ്ങളാണ് ഏറ്റവും ഭാഗ്യവാന്മാരാണ്. ദൈവം നമ്മെ കണ്ടെത്തിയതാണ്. ഈ ലോകത്തിൽ കോടാക്കോടി ജനങ്ങളുണ്ട്. അവിടെ എന്തെങ്കിലും ദൈവം ചെയ്ത് നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളെ വിളിച്ച്, നിങ്ങൾ കുടുംബക്കാരും ദൈവം വിളിച്ചിട്ടില്ല, നിങ്ങൾ വിളിച്ച് സന്തോഷിക്കണം. ഇന്ന് നിങ്ങൾക്ക് പണമില്ലാതിരിക്കാം. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സമാധാനമുണ്ടോ? ഏറ്റവും വലിയ ദൈവത്തിന്റെ സമാധാനമാണ്. നമുക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? അത് നാം നന്ദി പറയുന്നു. ദൈവം നമുക്ക് ചെയ്ത നന്മകൾ ഒന്നല്ല രണ്ടല്ല, എല്ലാ ദിവസവും അവൻ നമ്മളെ അവന്റെ നന്മയാൽ നിറയ്ക്കുന്നു. നമ്മൾ വഴിനത്തിൽ വിതരണം തിരിഞ്ഞു നോക്കുമ്പോൾ പറയട്ടെ, ദൈവം എത്ര ശ്രേഷ്ഠമായി നടത്തുന്നു. പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളാണെങ്കിൽ നാം ഇന്നും ദൈവത്തെ അറിയണം. വചനം അത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. നിങ്ങൾ എവിടെ ആയിരുന്നാലും, നിങ്ങൾ ഭവനത്തിലായിരുന്നാലും, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ജോലി സ്ഥലത്തിൽ എന്ത് ചെയ്യണം? ദൈവത്തെ ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോൾ വചനം അവൻ നിന്റെ പാതകളെ നേരെയാക്കും. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നലെ ഒരു വിധം വെളിപ്പെട്ട് അതേ വിധം തന്നെ ഇന്നും വെളിപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവം മോശയെ വിളിച്ച് എന്ത് ചെയ്ത്? നീ പോയി ജനത്തെ വെടിവെക്കണം. എന്ത് ചെയ്യണം? പാറോട് അടുക്കൽ പോയി സംസാരിക്കണം. മോശ എന്ന് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല. കർത്താവ് ചോദിച്ചാൽ എന്റെ കയ്യിൽ നിന്നുണ്ട്, വഴിയുണ്ട്, നീ അത് കൊണ്ടുപോകും, ഞാൻ അതോടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് ചെയ്ത് ആ വഴി കൊണ്ടുപോയി ഇട്ടപ്പോൾ വഴി എന്തായി? സർപ്പമായി മാറി, പാമ്പായി മാറി. അത് വാൾ പിടിച്ചപ്പോൾ എന്തായി? പിന്നെയും വഴിയായി മാറി. ഇങ്ങനെ കർത്താവ് ചെയ്തു. ഈ തടി കൊണ്ട് പല അത്ഭുതങ്ങൾ ചെയ്തു. അടുത്തത് ചെയ്ത് ഇരുട്ടിലെ വെള്ളത്തിൽ ചെയ്ത് ഈ കോൾ കൊണ്ടുപോയി നീട്ടിയപ്പോൾ, വടി കൊണ്ട് നീട്ടിയപ്പോൾ ചെയ്ത് രക്തമായി മാറി. വടി കൊണ്ട് അനേക അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. ഞാൻ പറയുന്നത്, ദൈവം എല്ലായ്പ്പോഴും ആ വടി കൊണ്ട് തന്നെ പ്രവർത്തിക്കണമെന്ന് ഇല്ല. ചില സമയത്ത് ദൈവം ചില മാറ്റി പറയും. നാം ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അത് അനുസരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്താകും? ശാപമായി മാറും. അനുഭവിക്കാൻ വിളിക്കപ്പെട്ട നാളും നിങ്ങളോ ആ ദൈവത്തിന്റെ ശബ്ദം ശരിയായി കേട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്തായി മാറും? ശാപമായി മാറും. വായിക്കാം സംഖ്യാ പുസ്തകം 20 അധ്യായം അതിന്റെ 2 മുതൽ 12 വരെ നമുക്ക് വായിക്കാം. മിസ്രൈം ജനത്തെ ചെയ്ത് മിസ്രൈമിൽ കൊണ്ടുവന്ന ശേഷം അവർക്ക് മുൻപായി ഉണ്ടായിരുന്നത് ചെങ്കടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പുറകെ നോക്കിയപ്പോൾ പലപ്പോൾ അവരുടെ സേനകൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് വഴി അറിയത്തില്ല. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞ്, ഇത് ചെയ്യണം, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇത് ചെയ്യണം, നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് ആ സമുദ്രം അല്ലെങ്കിൽ അതിന്റെ മേൽ കടലിന്മേൽ നീട്ടണം. നീട്ടുമ്പോൾ എന്താകും? 2 വിഭാഗിക്കും. അപ്പോൾ ഇസ്രായേൽ മക്കൾ കടലിന് നടുവേ ഉണങ്ങിയ നിലത്തു കൂടി കടന്നു പോകും. ഇതിന് ലോകത്തിൽ എവിടെയും കേൾക്കപ്പെടാതെ ചെയ്യപ്പെടാതെ വലിയൊരു അത്ഭുതം ദൈവം അന്ന് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു.
ഇതെല്ലാം ഇതിനു മുൻപ് പല കാര്യങ്ങൾ ആ വടി കൊണ്ടാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് നേരത്തെ വായിച്ചതുപോലെ സംഖ്യാപുസ്തകത്തിലോട്ട് പോകാം. അവിടെ നിന്ന് വായിക്കുമ്പോൾ എന്തായി, ഇവർ കടന്നു വന്നപ്പോൾ ഇവർ കുടിക്ക വെള്ളമില്ലായിരുന്നു. കുടിക്ക വെള്ളമില്ലെന്ന് ചെയ്തിട്ടോ, ദൈവം ഇത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടോ ഇവന് ചെയ്തിരിക്കണം, ദൈവത്തോട് ചോദിക്കും. പക്ഷെ ഇവന് ചെയ്ത് വിരുവരുത്ത്, മോശയ്ക്ക് വിരോധമായി, വിരോധമായി വിരുവരുത്ത്. ജനം മോശയോട് കളകിച്ച്, ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ ഞങ്ങളും മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ നമ്മുടെ മൃഗങ്ങളോ ഇവിടെ കിടന്ന് സാകേണ്ട നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്ത്? മാത്രമല്ല, ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ അത്തിപ്പഴമോ മുന്തിരിപ്പഴമോ മാതൃപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവും ഇല്ല എന്ന് പറഞ്ഞു. മിസ്രൈമിൽ എന്ന് മാത്രം കഷ്ടപ്പെട്ട് അടിമകളായി ജീവിച്ചപ്പോൾ കുടിക്കാൻ വെള്ളമില്ല, ആഹാരമില്ലാത്ത വ്യക്തികളെ ദൈവം ചെയ്ത് മരുഭൂമിയിൽ കൊണ്ടുവന്ന് ശ്രേഷ്ഠമായി നടത്തിയപ്പോൾ അവർ പറഞ്ഞ വാക്ക് എന്താണ്? നിങ്ങൾക്ക് മുന്തിരിപ്പഴമില്ല, മാതൃപ്പഴമില്ല, അത്തിപ്പഴമില്ല, എല്ലാം ദൈവത്തിന് വിരോധമായി വിളിക്കുക. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മളോട് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ദൈവത്തെ അറിയാതപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? നിങ്ങളാണോ ജീവിതം എങ്ങനെയായിരുന്നു? ദൈവത്തെ അറിയാത്തപ്പോൾ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു? ആഹാരത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, വസ്ത്രത്തിന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ദൈവത്തെ നാം എന്ത് ചെയ്ത്, ദൈവം നമ്മളെ കണ്ട് നമ്മളെ വിളിച്ച് ഇനി നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മൾ എന്ത് ശ്രേഷ്ഠമായി നടത്തുന്നുണ്ട്. നിങ്ങൾ നമുക്ക് ഉടുക്കാൻ വസ്ത്രമുണ്ട്, ആഹാരം കഴിക്കാനുണ്ട്, പിന്നെ പട്ടിണി കിടക്കുന്നില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിലും പട്ടിണി കിടക്കുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം കരുതുന്നത്. നമ്മുടെ കയ്യിൽ കാശ് ഇല്ലെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ദിവസം എവിടെയെങ്കിലും ദൈവം നമ്മളെ പോഷിപ്പിക്കും. ഈ ഇസ്രായേൽ ജനം ചെയ്ത് ഇങ്ങനെ പിടിപെടുത്തപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് മോശയും ആരോനും ദൈവസഭയിൽ കവിഞ്ഞപ്പോൾ യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷനായി. ദൈവം എന്താണ് പറഞ്ഞത്? നിന്റെ വടിയെടുത്ത് നീയും സഹോദരൻ ആരോടും സഭയെ വിളിച്ചു കൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക. വടിയെടുക്കണോ? അങ്ങനെ ചെയ്യണം, പാറയോട് കൽപ്പിക്കണം. അവർ എന്താണ് ചെയ്തത്? എന്നാൽ അത് വെള്ളം തരും, പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കണ്ണുകാലികൾ കുടിപ്പാട് കൊടുക്കണമെന്ന് അരുളി ചെയ്ത്. ഈ പാറയോട് കൽപ്പിക്കണം, വടിയെടുക്കണം, അതേസമയം പാറയോട് നീ കൽപ്പിക്കണം. എന്തിനാണ്? ജനത്തെ കൂട്ടി അവർ മുൻപ് നീ കൽപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പാറയിൽ വെള്ളം പുറപ്പെട്ടു വരും, ജനവും ആ കണ്ണുകാലിലും ആ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞു. പക്ഷേ വായിക്കാം, തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടി എടുത്ത് മോശയും ആരോണും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചു കൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെട്ടു വെക്കുമോ എന്ന് പറഞ്ഞു. കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ച്. ദൈവം എന്ത് പറഞ്ഞ്? ഈ വടിയെടുത്ത് പാറയോട് എന്ത് ചെയ്യണം? കൽപ്പിക്കണം. മോശ എന്താണ് ചെയ്ത്? വടിയെടുത്ത് പാറയെ 2 പ്രാവശ്യം അടിച്ച്. പക്ഷെ അടിച്ചപ്പോൾ എന്ത് സംഭവിച്ച്? വെള്ളം വന്നു. കൽപ്പിച്ചാലും വെള്ളം വന്നിരിക്കും, അടിച്ചാലും വെള്ളം വന്നു. എന്തുകൊണ്ട്? ആ ജനത്തിന്റെ ആവശ്യങ്ങൾ കർത്താവ് നിവർത്തിക്കുവാൻ. അതുകൊണ്ട് പാറയെ അടിച്ചപ്പോൾ വെള്ളം പുറപ്പെട്ട് ജനവും അവരുടെ കണ്ണുകാലിലും കുടിച്ചു. ஆனால் 12 വാക്യം വായിക്കുമ്പോൾ എന്താണ് കാണുന്നത്? പഠിച്ചോ. ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട്. ആർ വിശ്വസില്ല? ആർ വിശ്വസില്ല? ജനം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ദൈവം ആരാണ് പറഞ്ഞത്? മോശയോട് അവർ പറഞ്ഞത് നിങ്ങൾ വടിയെടുത്ത് പാറയോട് കൽപ്പിക്കണം. പക്ഷെ മോശ എന്താണ് ചെയ്ത്? വടിയെടുത്ത് പാറയെ അടിച്ച്. ഇപ്പൊ ലംഘിച്ചത് ആരാണ്? മോശയും ആരോണുമാണ്. അപ്പൊ മോശയെടുത്തും ആരോടും ദൈവം നിങ്ങൾ എന്നെ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അറിയിച്ചു. ആരാണ് കൊണ്ടുപോകേണ്ടത്? മോശയാണ് ജനത്തെ പാളും തെന്നുകൊണ്ടുള്ള ദേശത്തേക്ക് കൊണ്ടുപോകേണ്ടത്. ഇവിടെ ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്തില്ല? അവൻ കീഴ്പ്പടി അല്ലെങ്കിൽ അനുസരിച്ചില്ല. വടിയെടുക്കാൻ പറഞ്ഞു, വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞില്ല. പാറയോട് എന്ത് ചെയ്യണം? കൽപ്പിക്കണം. ദൈവം ഈ വടി കൊണ്ട് എന്ത് ചെയ്ത്? നീട്ടിയപ്പോൾ ചെങ്കടൽ അല്ലെങ്കിൽ ആ കടൽ ചെയ്ത് 2ആയി വിഭാഗിച്ച്. ഇപ്പോൾ എന്ത് ചെയ്ത്? ഈ വടിയെടുത്ത് കർത്താവ് പറഞ്ഞു നീ ആ പാറയോട് കൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് ചെയ്തില്ല. വടിയെടുത്ത് പാറയെ അടിച്ചു. ഇപ്പോൾ എന്ത് സംഭവിച്ചത്? കർത്താവ് നീ എന്നെ വിശ്വസിച്ചു, ഞാൻ പറഞ്ഞത് നീ ചെയ്തില്ല, അനുസരിച്ചില്ല, അതുകൊണ്ട് നീ ചെയ്യില്ല, കാനാൻ ദേശത്തേക്ക് ജനത്തെ കൊണ്ടുപോകും. നമ്മളത് ദൈവം നമ്മൾ വിളിച്ചത് നിങ്ങളാണ് അവന്റെ ശബ്ദം എല്ലാ നാളും കേൾക്കണം.
എന്റെ ആടുകളുടെ ശബ്ദം കേൾക്കും എന്ന് പറയുമ്പോൾ അവൻ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം. എന്ത് ചെയ്ത്? ദൈവം പറഞ്ഞதை വിശ്വസിച്ചു. കർത്താവ് നീ ചെയ്യണം, സകല ജനത്തെ കൂട്ടി ആ പാറയോട് കൽപ്പിക്കണം. അവൻ കൽപ്പിച്ചില്ലെങ്കിൽ സംഭവിക്കും. അവൻ പാറ കൽപ്പിച്ചില്ല, പറഞ്ഞു ചെയ്തു, വടിയെടുത്ത് പാറ അടിച്ചു. പക്ഷെ വെള്ളം കിട്ടി. ஆனால் മോശയും ആരോണും എന്തായി? ദൈവത്തിന്റെ ആ കാനാൻ ദേശത്തിലോട്ട് പ്രവേശിക്കുവാൻ കഴിയില്ല, കടക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എന്തായി? ഒരു ജീവിതത്തിൽ ശാപം വന്നു. കഷ്ടപ്പെട്ട ആൾക്കാണ് മോശയ്ക്കും ആരോണും. ഇതിൽ തന്നെ ഇന്നും നമുക്ക് നാം ദൈവത്തിന്റെ ശബ്ദം കേട്ട് നാം ജീവിച്ചില്ലെങ്കിൽ നാം ദൈവത്തിന്റെ നന്മകൾ ഒരിക്കലും നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. നേരത്തെ ശിവ ചോദിച്ച് ദൈവം നമ്മളോട് ഇടപെട്ട് അനുസരിച്ചിട്ടുണ്ടോ? പോകേണ്ട സ്ഥലത്ത് ചെയ്ത് പോയി. എന്തുകൊണ്ട്? നമുക്കത് ഇഷ്ടമാണ്. നാം ദൈവത്തിന്റെ ശബ്ദത്തെ ചെയ്ത് ലംഘിച്ച് പറയട്ടെ, നാം അങ്ങനെ ലംഘിക്കുമ്പോൾ നമുക്കത് മുഖാന്തരം നന്മ കിട്ടത്തില്ല, പകരം തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശാപങ്ങളും ദൈവം കൊണ്ടുവരും. മോശ ഇത് ചെയ്ത് വടി കൊണ്ട് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കൽപ്പിച്ചില്ല. നമുക്ക് വേറെ സ്ഥലത്ത് വായിക്കാൻ കഴിയും. എസേക്കിയേൽ പുസ്തകത്തിൽ, മനുഷ്യപുത്ര, നീ ഈ അസ്ഥികൾ നോക്കി എന്ത് ചെയ്യണം? പ്രവചിക്കണം. പറഞ്ഞല്ലേ? കർത്താവ് പറഞ്ഞപ്പോൾ അവൻ ചെയ്ത് പറഞ്ഞു. ഇത് സംഭവിച്ചത് അസ്ഥികൾ ജീവൻ പ്രാപിച്ച് വലിയൊരു സൈന്യമായി എഴുന്നേറ്റ് തന്നിട്ടുണ്ട് ദൈവത്തിന്റെ വചനം. നാം ഇത് വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നിത്യജീവൻ കിട്ടോ? നിത്യജീവൻ കിട്ടോ? എന്തുകൊണ്ട് കിട്ടാത്തത്? അനുസരണ കേട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ്? അനുസരണ കേട് വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ദൈവത്തിന്റെ നന്മകൾ നമുക്ക് കാണാൻ കഴിയത്തില്ല. വേറെ ഉദാഹരണം പറയാം. ദാവീദ് യുദ്ധത്തിൽ പോകും മുൻപ് അവർ ദൈവത്തോട് ചോദിക്കും. നമുക്ക് വായിക്കാം. 2 സാമുവേൽ 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ഇവിടെ ദാവീദ് ചെയ്തു, താൻ സൗൽ മുഖാന്തരം ദേശങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ ഇങ്ങോട്ട് പോകണം. ആക്ച്വലി ഇത് മുൻപാണ് സൗൽ ഭരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ നമുക്ക് സൗൽ മത്സരം കാണാം. മറിച്ച ശേഷം ദാവീദ് താൻ എവിടേക്ക് പാർക്കണം, താൻ ഏത് ദേശത്തോട്ട് പോയി പാർക്കണം എന്ന് ദൈവത്തോട് അവൻ ചോദിച്ചു. അതാണ് വായിച്ചത്. അനന്തരം ദാവീദ് യഹോവയോട്, ഞാൻ യൂദാ ഗ്രഹങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട് ചെല്ലുക എന്ന് കൽപ്പിച്ചു. ഞാൻ എവിടേക്ക് ചെല്ലണമെന്ന് ദാവീദ് ചോദിച്ചത് എബ്രോനിലേക്ക് എന്ന് അരുളപ്പാടുണ്ടായി. യൂദാ ഗ്രഹത്തിൽ എവിടെയാണ്? എബ്രോനിൽ പോയി നീ താമസിക്കണമെന്ന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഞാൻ പറഞ്ഞത്, ദാവീദ് എവിടെ താമസിക്കണമെന്ന് ദാവീദ് തിരഞ്ഞെടുത്തില്ല. ആരാണ് തിരഞ്ഞെടുത്തത്? ദൈവമാണ്. അവൻ ദൈവത്തോട് ചോദിച്ച്, ദൈവം ഞാൻ എവിടെ പാർക്കണം, ഏത് സ്ഥലത്തിൽ പാർക്കണം, ഞാൻ എവിടെ ആയിരിക്കണം എന്ന് ചോദിച്ചപ്പോൾ ദൈവം ചെയ്ത് ഉത്തരം പറഞ്ഞു. ഞാൻ ചോദിക്കും, നമ്മുടെ ഓരോ കാര്യവും നാം ദൈവത്തോട് ചോദിക്കണുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ദൈവം എന്നെ തൊണ്ണു പറഞ്ഞില്ല. നമ്മുടെ വാക്ക് അങ്ങനെയാണ് അല്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് എന്ത് കിട്ടിയില്ല? ഉത്തരം കിട്ടിയില്ല. അന്ന് ദാവീദിന് അരുളപ്പാട് ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. നമ്മൾ ചോദിച്ച് നാം ഉത്തരം തന്നില്ലെങ്കിൽ അതിന് കാരണം നാം എന്ത് ചെയ്യരുത്? അവിടെ പോകരുത്. നമുക്കത് ചെയ്യാനില്ല, താല്പര്യമില്ല. നാം ദൈവത്തോട് ചോദിച്ച് ദൈവം എനിക്ക് ഉത്തരം തന്നില്ലെങ്കിൽ നാം എന്ത് ചെയ്യണം? അത് വിട്ടേക്കണം. പക്ഷെ നമുക്ക് എന്തില്ല? വിടാൻ മനസ്സില്ല. നമ്മുടെ മനസ്സൊക്കെ എവിടെ ഉണ്ട്? നമ്മൾ ജനിച്ച സ്ഥലം, എന്റെ അച്ഛൻ അപ്പച്ചൻ ഒക്കെ ഉണ്ടായ സ്ഥലം, എനിക്ക് അവിടെ തന്നെ പോകണം അല്ലേ? നിങ്ങളുടെ അച്ഛനോ അപ്പച്ചനോ അല്ല, ദൈവം നിങ്ങൾ ചെയ്ത് അവിടെ നിങ്ങളെ കൊണ്ടുവന്നു. അബ്രഹാം ചെയ്ത് ജാതിയുടെ പറയുന്ന മനുഷ്യനാണ് കൊണ്ടുവന്ന് അവനെ വലിയൊരു ജാതിയായി മാറ്റി. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിച്ച് വേർപ്പെടുത്തി നാം ഇന്ന് നാം ദൈവത്തിന്റെ ജാതിയാണ്, ദൈവത്തിന്റെ മകനാണ്, മകളാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മളെല്ലാം മാറ്റി വെച്ച് എനിക്കൊരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അവന്റെ ശബ്ദം കേൾക്കും, അവൻ എന്റെ അടുത്ത് എന്ത് പറഞ്ഞു ഞാൻ അനുസരിക്കും എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ സംഭാഷിക്കാൻ തുടങ്ങിയാൽ പറയട്ടെ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണും. നമ്മൾ ഇതിന് ദൈവത്തോട് മാത്രം നമുക്ക് പറയാൻ നമുക്ക് സമയമില്ല. എന്നെ വിളിച്ചത് അല്ലെങ്കിൽ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകും മുമ്പേ ദൈവം എന്നെ കണ്ട് എന്നെ വിളിച്ച് ആ ബോധ്യമുണ്ടെങ്കിൽ എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്, അവൻ എന്നെ കൈവിടത്തില്ല. നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങൾ എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാം. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. ആ സാഹചര്യങ്ങളിൽ നിങ്ങൾ ദൈവത്തെ ഉരുക പിടിക്കുക. സാമ്പത്തികമായുള്ള പ്രതികൂലമാണെങ്കിൽ നിങ്ങൾ പറയുക, ദൈവമേ, എന്റെ കയ്യിൽ ഒന്നുമില്ല പച്ച, എനിക്ക് മുമ്പോട്ട് നടത്തണം, എന്റെ ആവശ്യം കരുതണം, എന്റെ കൂടെ ഇരുന്ന് നടത്തണം.
വചനം ഞാൻ വായ്പ കൊടുക്കണമാണ്, വായ്പ മേടിപ്പാനല്ല. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്ന് നിങ്ങൾ ഏറ്റു പറയും. നിങ്ങൾ കണ്ടുപോയ സാഹചര്യത്തിൽ നിങ്ങൾ കർത്താവിന്റെ വചനങ്ങൾ എടുത്ത് പറയുക. അതാണ് നിങ്ങളുടെ ബലം, അതാണ് ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഓക്കെ, ദാവീദ് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എന്ത് പറഞ്ഞ് അവനെ നടത്തി. നാം വായിക്കാം 2 സാമുവേൽ 5-ാം അധ്യായം അതിന്റെ 17 മുതൽ വായിക്കാം. ഇസ്രായേൽ ജനം മുഴുവനും ദേശത്തിൽക്കും ദാവീദിനെ എന്ത് ചെയ്ത് രാജാവായി അവർ അഭിഷേകം ചെയ്തു. വചനം അഭിഷേകം ചെയ്ത് എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ അതിന് ചെയ്ത് ഫെലിസ്ത്യർ ഒക്കെയും ദാവീദിനെ പിടിപ്പാൻ വന്നു. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്ന് പാർത്തു. വായിച്ച വാക്യം എവിടെയാണ് പാർത്തത്? ഫെലിസ്ത്യർ വന്ന് റെഫായിം താഴ്വരയിൽ പറന്നു. ഓക്കെ, അപ്പോൾ ഫെലിസ്ത്യർ ദാവീദിനെ പിടിക്കാൻ വന്നപ്പോൾ ദാവീദ് സ്ഥലത്തിൽ പാർത്തത് എന്താണ് ചെയ്തത്? അവൻ ദൈവത്തോട് യഹോവയോട് എന്താണ് ചോദിച്ചത്? ദൈവത്തോട് ചോദിച്ചത് എന്താണ്? ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ, അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ച്. എന്താണ് ഉത്തരം? പുറപ്പെടുക, പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ ദാവീദിനോട് അറിയിച്ചു. ദാവീദിന് വിരോധമായി ഫെലിസ്ത്യ സൈന്യം വന്ന് എഫ്രൈം താഴ്വരയിൽ ആയിരിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് ഫസ്റ്റ് പോയില്ല. ദൈവത്തോട് അവൻ ചോദിച്ചു, ദൈവമേ, ഈ ഫെലിസ്ത്യരെ ഞാൻ പിടിക്കുമോ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ പുറപ്പെടുക, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. നമുക്ക് യുദ്ധമുണ്ട്, നമുക്ക് ഒരു യുദ്ധമുണ്ട്. നമ്മളെ തോൽപ്പിക്കുവാൻ, നമ്മളെ വിശ്വാസത്തിൽ പിന്തിരിക്കുവാൻ നമ്മളുടെ പുറകെ ആരുണ്ട്? പിശാചുണ്ട്. നമുക്കൊരു യുദ്ധമുണ്ട്, പിശാചുണ്ട്. നാം വെറുതെ നമ്മുടെ ബലം കൊണ്ട് നമുക്ക് പിശാചെ ജയിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്താൽ പിശാചെ ജയിക്കാൻ കഴിയും. ഭൂമിയിൽ കർത്താവ് ചെയ്ത് താൻ വന്നപ്പോൾ 40 ദിവസം രാവും പകലും അവൻ ഉപവസിച്ച്, ഉപവാസം കഴിഞ്ഞ് വിശ്വാസം ചെയ്ത് വന്ന് ദൈവത്തെ സ്പർശിച്ചു. അവൻ എന്ന് പറഞ്ഞു, ആദ്യത്തെ കാലത്താണ് ഈ കല്ല് അപ്പമായി മാറ്റും. യേശു കർത്താവ് വിശന്നപ്പോൾ ഈ കല്ല് അപ്പമായി മാറ്റ്. ഞാൻ നോക്കിട്ടെ, കർത്താവ് പറഞ്ഞാൽ മാറും, മാറത്തില്ലോ? മാറും. പിന്നെ എന്തുകൊണ്ട് കർത്താവ് ചെവി കൊടുക്കാത്തത്? വിശ്വാസം പറഞ്ഞൊന്നും ചെയ്തില്ല, ചെവി കൊടുത്തില്ല. പകരം കർത്താവ് എന്ന് പറഞ്ഞ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുക സകല വചനത്താലും ഒരു വചനമല്ല, എത്ര വചനം? ദൈവത്തിന്റെ സകല വചനത്താലും ജീവിക്കും. നമുക്ക് ദൈവം ചെയ്ത് ദൈവത്തിന്റെ വചനം തന്നിട്ടുണ്ട്. ഇത് ഒന്നാണ്. ഉൾപ്പെടെ തൊട്ട് വെളിപ്പാട് വരെ നമുക്ക് ഒഴിവാക്കിയമാണ് തന്നിട്ടുണ്ട്. എല്ലാ വാക്കും തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റോ? ജീവിക്കാൻ പറ്റോ? ഈ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റോ? ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിശാചിനെ ജയിക്കാൻ പറ്റും. എന്റെ സ്വയം ബലം കൊണ്ടല്ല, ദൈവത്തിന്റെ വചനത്താൽ എനിക്ക് പിശാചിനെ ജയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വചനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. നമ്മൾ പണ്ടൊക്കെ നമുക്ക് എന്ത് ആവശ്യമുള്ളത്? ഈ ശരീരത്തെ പോഷിപ്പിക്കാൻ നമുക്ക് ഭക്ഷണം ആവശ്യമായിരുന്നു. പക്ഷെ നാം ഇന്ന് ഉപവസിക്കുമ്പോൾ നമുക്ക് എന്തില്ല? ഭക്ഷണം വേണ്ട. ഞാൻ 3 നേരം കഴിച്ചിരിക്കുന്നുണ്ട്, ബലത്തോടുണ്ട്. എന്താണ് ബലം? ദൈവത്തിന്റെ വചനമാണ്. അവൻ എന്നെ ബലപ്പെടുത്തുന്നുണ്ട്. 3 ദിവസം കഴിച്ചിരിക്കും നമുക്ക് എന്തുണ്ട്? ബലമുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെയല്ല എന്നത്. ദൈവത്തെ അറിയാൻ നമുക്ക് എന്തില്ല? 1 നേരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ്? ക്ഷീണം, ബലഹീനം, നമുക്ക് നടക്കാൻ കഴിയത്തില്ല. അതെ, അപ്പോൾ ഇത്രയും പറഞ്ഞത്, നമുക്കൊരു യുദ്ധമുണ്ട്. പിശാചിനെ ജയിക്കണമെങ്കിൽ, പാപത്തെ ജയിക്കണമെങ്കിൽ, നീ കേട്ട വചനപ്രകാരം നാം ഏതിലാണ് പരാജയപ്പെടുന്നുണ്ട് നാം തിരിച്ചറിയണം. അത് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്റെ ജീവനെ തന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ രോഗത്തോട് നടക്കണമെന്നല്ല ദൈവം നിങ്ങൾ വിളിച്ചത്. രോഗത്തിന് വിടുവിക്കുവാൻ വചനം അവിടെ അടിപ്പെടുന്നവർക്ക് സൗഖ്യമുണ്ട്. നിങ്ങൾ നാവിൽ ചെയ്യണം, അറിയിക്കണം. ഇവിടെ ഡോക്ടർ ഈ ഷുഗർ മാറത്തില്ല. നിങ്ങൾ ദൈവവചനം പറഞ്ഞു നോക്ക്, മാറും. ഈ വചനത്തിന് മുൻപായി സയൻസ് എല്ലാം മാറിപ്പോകും. അതുകൊണ്ട് ഇവിടെ ദാവീദ് ചെയ്ത് ഫെലിസ്ത്യർ വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചു. ദൈവം ചെയ്തു, അരുളപ്പാടുണ്ടായി, പുറപ്പെടുക, ഞാൻ അവരെ ആ എഫ്രൈം താഴ്വരയിൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. വചനം പിന്നെയും ചെയ്ത് ഫെലിസ്ത്യർ പിന്നെയും വന്ന് എഫ്രൈം താഴ്വരയിൽ പറഞ്ഞു. ദാവീദ് ചെയ്ത് യഹോവയോട് ചോദിച്ചപ്പോൾ, നീ നേരെ ചെല്ലാതെ അവരുടെ പിൻപുറത്തു കൂടി വളഞ്ഞു ചെന്ന് വാഗവൃക്ഷങ്ങൾക്ക് എതിരെ വെച്ച് അവരെ നേരിടുക. ഈ പ്രാവശ്യം കർത്താവ് ചെയ്ത്, നീ നേരിട്ട് പോകണ്ട, എങ്ങനെ പോകണോ? അവിടെ പുറകെ സൈഡ് നീ പോകണം. അത് മാത്രമല്ല, വാഗവൃക്ഷങ്ങളുടെ അകർണയിൽ കൂടി അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും, അപ്പോൾ വേഗത്തിൽ ചെല്ലുക. കർത്താവ് കൃത്യമായിട്ട് പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തു. നീ എങ്ങനെ യുദ്ധം ചെയ്യണം. നീ നേരിട്ട് പോയി, ഈ പ്രാവശ്യം നേരിട്ട് പോകണ്ട, പകരം പുറകിൽ കൂടി പോകണം.
പോകുമ്പോൾ എന്താണ് ആ വൃക്ഷമുடைய ശബ്ദം നീ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? വേഗത്തിൽ ചെല്ലണം. പെരിസ സൈന്യത്തെ തോൽപ്പിപ്പാൻ യഹോവ നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നെന്ന് അരുളപ്പാട് ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ ഒരു വഴിയല്ല ഈ രണ്ടാം പ്രാവശ്യം കർത്താവ് പറഞ്ഞത്. ഈ രണ്ടാം പ്രാവശ്യം അവൻ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പിൻപുറത്ത് കൂടി പോയി ചെല്ലണം. ആ വൃക്ഷമുடைய ശബ്ദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ സൈന്യത്തെ എതിരേറ്റ് പോകണം. നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് കർത്താവ് അത് പറഞ്ഞില്ല? ഈ പ്രാവശ്യം ദാവീദ് അതുപോലെ ചെയ്തെങ്കിൽ ദാവീദ് സൈന്യവും പരാജയപ്പെട്ടിരിക്കും. ദൈവം ചെയ്ത് തങ്ങളോട് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തപ്പോൾ ആ പെലിസ്തരെ അവർ ചെയ്ത് തോൽക്കടിക്കുവാൻ ഇടയായി. ഇത്രയും പറഞ്ഞത് നാം ദൈവമക്കളായി നിങ്ങൾ നാളും എന്ത് ചെയ്യണം? എനിക്ക് മേലെ എന്റെ കർത്താവുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്. ഞാൻ അപ്പന്റെ ശബ്ദം കേൾക്കണം. എന്റെ ജീവൻ നന്നാകണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണ്? എന്റെ അപ്പനാണ്, എന്റെ ദൈവമാണ്, എന്റെ കർത്താവാണ്. അതുകൊണ്ട് എന്റെ കാര്യമെല്ലാം ഞാൻ കർത്താവിന്റെ അടുക്കൽ ചോദിച്ച് മാത്രമേ ഞാൻ മുൻപോട്ട് പോകും എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഇന്നലെ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കണമെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. നമ്മൾ ഇന്നലെ കർത്താവ് എന്നെ വിടുവിച്ച് അതുപോലെ ഇന്ന് വിടുവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്ന് വിടുവിക്കാൻ കർത്താവിന്റെ കയ്യിൽ പുതിയ പദ്ധതിയുണ്ട്. നാളെ നിങ്ങൾ വിടുവിക്കാൻ കർത്താവിന്റെ കയ്യിൽ പുതിയ പദ്ധതിയുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നതാണ് എന്റെ അപ്പൻ ചോദിക്കണം, ഇല്ല ദൈവത്തിന്റെ അടുക്കൽ ചോദിക്കണം. ഞാൻ ചെയ്യുന്ന ഏതായാലും ചെറിയ കാര്യമാകട്ടോ വലിയ കാര്യമാകട്ടോ എന്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കാതെ ഞാൻ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പരാജയപ്പെടത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം നിങ്ങൾ നേടത്തില്ല. ദൈവം നിങ്ങളെ വിജയകരമായി മാറ്റും. നമ്മൾ വാക്യം വായിക്കാം. ഫിലിപ്പിയർ 4-ാം 6-ാം വാക്യം. വചനം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കിടപ്പായി പോകുമ്പോ വിചാരിക്കരുത് ഇത് കിടപ്പാണല്ലോ ദൈവം വിളിച്ചത്. രോഗം വരും, പേടിക്കരുത്. രോഗത്തെ വിടുവിക്കാൻ ദൈവത്തെ പുറപ്പെട്ടു. പക്ഷെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അതെ, ഇത് കടം മേടിച്ച് കട അടക്കാൻ പറ്റുമോ? എന്താകും? നമുക്കെല്ലാം എന്താണ്? ഇന്നത്തെ കുറിച്ചുള്ള കവലയില്ല. നമുക്ക് എല്ലാം എപ്പോഴാണ്? നാളെ കുറിച്ചില്ല. നമ്മൾ ഒന്നിനോട് ചിന്തിക്കരുത്. നമ്മൾ ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കണം. ദൈവം എന്നെ എവിടെ നിന്ന് കൊണ്ടുവന്നു? ഇത്രയും വർഷങ്ങൾ നടത്തിയത് ഇനിയോ നടത്തുവാൻ മതിയായോ? പാടപ്പെടരുത്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ദൈവത്തിനറിയാം നമ്മുടെ മനോഭാവം എന്താണ് ആർക്കറിയാം? ദൈവത്തിനറിയാം. നാം എന്ത് ചിന്തിക്കുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് കർത്താവ് നീ ഒന്നിനെ കുറിച്ചോ വിചാരപ്പെടരുത്. നീ എല്ലാം നിന്റെ കാര്യമെല്ലാം ചെയ്യണം സ്തോത്രത്തോടെ എന്നോട് അറിയിക്കാൻ. നമുക്ക് ദൈവത്തോടെ അറിയിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് പലപ്പോഴും എന്താണ് നമ്മുടെ സഹ മനുഷ്യർക്കും പറയും. എന്തുകൊണ്ട്? നമ്മൾ ഒരു പ്രാർത്ഥന വിഷയമായി പറഞ്ഞാൽ അവർക്ക് സഹായിക്കണം. നിങ്ങളുടെ എല്ലാ കാര്യം ദൈവത്തോട് അറിയിക്കാൻ ദൈവത്തോട് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ വ്യക്തികൾ ദൈവം നിങ്ങളെ പോഷിപ്പിക്കും. നമ്മൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യണം. ദാവീദ് വിളിച്ച ദൈവത്താണ് നിങ്ങളാണോ വിളിക്കുന്നത്? ദാവീദ് ചെയ്തു തന്റെ ഇഷ്ടം ചെയ്യാനല്ല ദൈവത്തോട് ചോദിച്ചത്. ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടം അവൻ ചെയ്തു. ഒരു യുദ്ധത്തിനായിട്ട് അവൻ ദൈവത്തോട് ചോദിച്ച് ദൈവം അവർക്ക് പ്ലാൻ പറഞ്ഞു കൊടുത്ത് അവിടെ അത് അനുസരിച്ച് കാണിക്കുന്നത് കഥാവെ എന്റെ രാജാവാക്കിയത് അങ്കാണ്. നിന്റെ ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ഇഷ്ടം ചെയ്യും. നമ്മൾ ചെയ്യണം. ഒவ்வொரு നാളും നമ്മുടെ വഴികളെല്ലാം കഥാവെ അങ്ങേക്ക് പ്രസാദമുള്ളതായി മാറണം. എന്റെ വഴിയൊക്കെയും നാം ദൈവത്തെ ഓർക്കണം. നാളെ എന്ത് സംഭവിക്കും എന്ന് പേടിക്കരുത്. ഇന്ന് കർത്താവിന്റെ ജയത്തോടെ നടത്തിയെങ്കിൽ നാളെയും ജയത്തോടെ ദൈവം നടത്തും. അവന്റെ കരം പിടിച്ചിട്ടുണ്ട്. എന്നെ പരാജയപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് ആ ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉള്ളിൽ വരണം. അത് വരണമെങ്കിൽ നിങ്ങൾ ഈ ദൈവമായിട്ടുള്ള വചനം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം. ദൈവത്തിന്റെ വചനം എത്രത്തോളം കേൾക്കാൻ പറ്റുമോ അത്രത്തോളം കേൾക്കുമ്പോൾ വിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഈ വചനങ്ങൾ ദൈവത്തിന്റെ ഒരു വാക്യം മതി നമ്മുടെ ജീവൻ പ്രാപിപ്പാൻ, ആ ശക്തിയോട് ഓടുവാൻ, ദൈവത്തിന്റെ കൃപകൾ പ്രാപിപ്പാൻ അത് മതിയാകും. പത്രോസ് മീൻപിടുത്തക്കാരനാണ്. കടലിന്റെ എവിടെ മീൻ കിട്ടുമെന്ന് പത്രോസ് നന്നായി അറിയും. എന്നാൽ അവിടെ ജനിച്ച മനുഷ്യനാണ്. കടൽ മീൻപിടുത്തക്കാരനാണ്. അത് എവിടെ പോയാൽ മീൻ കിട്ടുമെന്ന് ആർക്കറിയാം? പത്രോസ് അറിയാം. പക്ഷെ വചനം അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ച് ചുമ്മാ ഇല്ല. എന്തിനു കിട്ടിയ? എന്ത് കിട്ടാത്തത്? അവന്റെ സ്വയബലത്തിൽ അവൻ എല്ലാം ട്രൈ ചെയ്തു. എവിടെ മീൻ കിട്ടുമെന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ച്, പക്ഷെ ഒരു മീൻ പോലും കിട്ടിയില്ല. അവസാനം ദൈവം പറഞ്ഞു നിന്റെ മഴ വലതേക്ക് ആഴത്തോട്ട് ഇറക്കുക. അവൻ ഇത് ചെയ്തു. അവൻ എന്താണ് പറഞ്ഞത്? 10 സെന്റ് പറഞ്ഞു
കർത്താവേ അവരുടെ വാക്ക് വിശ്വസിക്കണം. വിശ്വസിച്ച് എന്ത് ചെയ്ത് മഴ ഇറക്കിയ ഇറക്കി. എന്ത് കിട്ടി? നേരത്തെ മീൻ കിട്ടും അല്ലേ? 10 ദിവസം മാത്രമാണ് കിട്ടിയത്? ഇല്ല, 10 ദിവസം ബോട്ട് മാത്രമല്ല, ഇനി 2-3 ബോട്ട് നിറയെ തക്കവണ്ണം നേരത്തെ മീൻ കിട്ടി. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വാക്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അത് മാറ്റമില്ലാത്തത്. അവൻ നമ്മളോട് സംസാരിച്ച് നാം അനുസരിച്ചാൽ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നന്മകൾ നമുക്ക് കാണാൻ കഴിയും. ദാവീദിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ സകലതും നാം ദൈവത്തിന്റെ ആലോചന കേൾക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇന്നും എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നു. ഇന്നാണോ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം, ഒவ்வொரு നാൾ കേൾക്കണം, അവന്റെ ആലോചനയ്ക്കായി കാത്തിരിക്കണം. നമ്മുടെ എല്ലാ വഴികളും നാം ദൈവത്തെ ഓർക്കണം. അപ്പോൾ അവൻ നമ്മുടെ പാതകളെ ചെവ്വയാക്കും. നിങ്ങളുടെ വിചാരങ്ങളെല്ലാം മാറ്റി എല്ലാ സകലതും സ്തോത്രത്തോടെ ദൈവത്തിനെ അറിയിക്കത്രേ ചെയ്യണം. ഒவ்வொரு നാളും ഇത് പറയണം, എന്റെ ഇഷ്ടമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. അതുകൊണ്ട് ആ ഇഷ്ടം ചെയ്യണമെങ്കിൽ അവന്റെ ശബ്ദം കേട്ട് അവൻ എന്ത് പറഞ്ഞാൽ അത് അനുസരിക്കണം. നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളും നന്മകളും കാണുവാൻ കഴിയും. ആ ശബ്ദം നാം അനുസരിച്ചില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ശാപമായോ ദൈവത്തിന്റെ നന്മകൾ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. നമ്മൾ പിന്നെയും മാനസാന്തരപ്പെട്ട് നാം ദൈവത്തോട് യഥാസ്ഥാനപ്പെട്ടാൽ മാത്രമേ നാം ദൈവത്തിന്റെ അത്ഭുത നന്മകളും കാണുവാൻ കഴിയും.